ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ റെസിപ്പീസൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടെന്ന് ഞാൻ കരുതുവാണ്. അപ്പോൾ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ ഉണ്ട്. അതിലൊന്ന് പ്രസ് ചെയ്താൽ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ വരും. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഫ്യൂച്ചറിൽ റെസിപ്പീസൊക്കെ ഇടുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ മലയാളികളുടെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഡിഷ്, അതായത് കപ്പ വേവിച്ചതും മീൻ മുളകിട്ട മീൻ കറിയുമാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഒരു ക്ലാസിക് കോംബോ ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 മീൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ സീബാസ് എന്ന് പറഞ്ഞ് ഇവിടെ കിട്ടുന്ന ഒരു തരം മീനാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ദശക്കട്ടിയുള്ള ഏത് മീൻ വേണമെങ്കിലും ഈ കറിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. മീൻ ഇവിടെ ഞാൻ വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. അത് വിനാഗിരി ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് കഴുകിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചു വെച്ചിരിക്കുന്നതാണ്. പിന്നെ കൊടമ്പുളി ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു 3 പീസ് 1 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് ചെറിയ ഉള്ളി വേണം. ചെറിയ ഉള്ളി 1 കപ്പോളം വേണം. അത് തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. വെളുത്തുള്ളി ഒരു 3 ടേബിൾ സ്പൂൺ വേണം. ഇഞ്ചി ഒരു 2 ടേബിൾ സ്പൂൺ മതിയാവും. ഇത് നെടുവേ കീറിയ ഒരു പച്ചമുളകും. പിന്നെ താളിക്കാനായിട്ട് നമുക്ക് ഉലുവ വേണം. 1 ടീസ്പൂണോളം ഉലുവ ചേർത്തിട്ടുണ്ട്. പിന്നെ കടുക്, കരിവേപ്പില. അടുത്തതായിട്ട് പൊടികൾ എടുത്തു വെച്ചിരിക്കുന്നതെല്ലാം കൂടി സ്വല്പം വെള്ളം ഒഴിച്ച് അതൊരു പേസ്റ്റ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് വേണം. പിന്നെ കാശ്മീരി ചില്ലി പൗഡറിന് പകരം പകുതി കാശ്മീരി ചില്ലി പൗഡറും പകുതി നല്ല എരിവുള്ള മുളക് പൊടി എടുക്കാം. അപ്പം കറിക്ക് ഇച്ചിരി കൂടെ എരിവ് കിട്ടും. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊരു പാൻ അല്ല വേണ്ടത്, ശരിക്കും മൺചട്ടിയാണ് വേണ്ടത്. കയ്യിൽ മൺചട്ടി ഇല്ല, അതുകൊണ്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അപ്പം ആ പാനിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഉപയോഗിച്ച് കൊടുക്കുക. ഇതൊരു തനി നാടൻ വിഭവമായതുകൊണ്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കാവുള്ളൂ ഈ കറിക്ക്. അപ്പോൾ ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിനകത്തേക്ക് കടുകിട്ട് പൊട്ടിക്കാം നമുക്ക്. ഞാൻ 2 ചട്ടി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്, 2 പൊട്ടിപ്പോയി. അതുകൊണ്ട് ഇപ്പം എൻ്റെ കയ്യിൽ മീൻ കറി വെക്കാനായിട്ട് ചട്ടിയൊന്നും ഇല്ല. അപ്പോൾ കടുക് പൊട്ടി വരുമ്പോൾ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവായിട്ടൊരു 1-2 മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതി, കൂടുതലാവരുത്, അല്ലെങ്കിൽ കറി കഴിച്ചു പോകും. അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങി. അപ്പോഴേക്കും നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആ പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എരിവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പച്ചമുളക് ഒരെണ്ണേ ഉപയോഗിച്ചിട്ടുള്ളൂ. 2-3 ഒക്കെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ നമ്മുടെ ഇഞ്ചി ചെറുതായി കൊത്തിയരിഞ്ഞത്, വെളുത്തുള്ളി ചെറുതായി കൊത്തിയരിഞ്ഞത്, ഇത് രണ്ടും ചതച്ച് വേണമെങ്കിലും ഇടാം കേട്ടോ. വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ഇട്ടാൽ നല്ല ടേസ്റ്റ് കൂടും. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ഇടാം. അപ്പോൾ അതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും പിന്നെ പച്ചമണമൊക്കെ ഒന്ന് മാറുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളിയാണ് നല്ലത്, ഒരിക്കലും സവാള ഉപയോഗിക്കരുത്. കുഞ്ഞുള്ളിയാണ് ഏറ്റവും ബെസ്റ്റ്. ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് അത് ഒരു ബ്രൗൺ കളർ ആവണ വരെ വഴറ്റി കൊടുക്കണം. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഉള്ളിയൊക്കെ ആവശ്യത്തിന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളുടെ മിക്സ്, വെള്ളത്തിൽ കലക്കി വെച്ചിരിക്കുന്ന പൊടികളുടെ മിക്സ് ചേർത്ത് കൊടുക്കേണ്ടത്. അതൊരു പേസ്റ്റ് ആയിട്ട് വേണം എടുക്കാനായിട്ട്. അത് ചേർത്ത് കഴിഞ്ഞ് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പൊടികളായിട്ട് ആഡ് ചെയ്താൽ ചിലപ്പോൾ അത് കരിഞ്ഞു പോകാനും ആ ഒരു മണം വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വെള്ളത്തിൽ ചേർത്ത് മിക്സ് ചെയ്ത് ആഡ് ചെയ്ത കാരണം അങ്ങനെയൊന്നും പേടിക്കണ്ട. അപ്പോൾ എണ്ണ തെളിഞ്ഞു വരുന്നവരെ ഇത് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് കാണാം, എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് നമ്മുടെ ആ കൂട്ട് റെഡിയായി കഴിഞ്ഞു. അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കൊടമ്പുളി ആ വെള്ളത്തോടു കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു 3 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ കൊടംപുളിയിൽ ഉണ്ടായിരുന്ന വെള്ളമുണ്ട്, അത്
കൂടാതെ ഒരു 3 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചൂടുവെള്ളമാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ചൂടുവെള്ളം ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ എനിക്ക് കറി കുറച്ച് ചാറുള്ള കറിയാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കും. എല്ലാം കൂടി ഇളക്കി അടച്ചു വെച്ച് അത് തിളയ്ക്കുന്നവരെ വയ്ക്കുക. തിളച്ച് കഴിയുമ്പോൾ മീൻ കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു ലോ ടു മീഡിയം ഹീറ്റിൽ ഒരു 12-15 മിനിറ്റോളം വെച്ച് നമുക്ക് ആ ചാറ് കുറുകി വരുന്നവരെ വേവിച്ച് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇടയ്ക്ക് എടുത്തുതന്നെ ഇളക്കി കൊടുക്കണം. അത് ആ പോട്ട് അതേപടി എടുത്തിട്ട് വേണം ഇളക്കാനായിട്ട്. സ്പൂണൊന്നും ഇട്ട് ഇളക്കരുത്, അപ്പോൾ ആ മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകും. ഇപ്പോൾ കറിയൊക്കെ വറ്റി വരുന്നുണ്ട്. ആ എണ്ണയുടെ പാടയൊക്കെ നമുക്ക് മുകളിൽ കാണാൻ പറ്റും. ആ എണ്ണ തെളിയുന്നവരെ വേവിച്ച് കൊടുക്കണം. അപ്പം ലാസ്റ്റായിട്ട് കറിവേപ്പില നല്ലോണം കയ്യിൽ വെച്ചിട്ട് തിരുമ്മിയിട്ട് ആ മീൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് മീൻ കറിയിൽ ഇറങ്ങും. നമ്മുടെ ഫിഷ് കറി റെഡിയായി. ഇനി കപ്പ വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കപ്പ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 350-400 ഗ്രാമോളം കപ്പ ഉണ്ടാവും. ഇവിടെ ഫ്രോസൺ കപ്പയാണ് എനിക്ക് കിട്ടിയത്, അപ്പോൾ അതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് തേങ്ങ കൂട്ടുണ്ടാക്കാനായിട്ട് ഒരു കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി വേണം. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണോളം മതിയാവും. ചെറിയ ഉള്ളി, പച്ചമുളക് ഒരെണ്ണേ ഞാൻ ചേർത്തിട്ടുള്ളൂ. എരിവനുസരിച്ച് കൂട്ടാം. ജീരകം വേണം, ചെറിയ ജീരകം, അതുപോലെ 1 ടീസ്പൂൺ ഉണ്ട്. പിന്നെ 2 വെളുത്തുള്ളി. അപ്പം വെളുത്തുള്ളിയും ജീരകവും ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് കപ്പയ്ക്ക് ഗ്യാസ് ആണല്ലോ, അപ്പം ഇതൊക്കെ ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് ആ ഗ്യാസൊക്കെ കുറയ്ക്കാൻ പറ്റും. കടുക് താളിക്കാനായിട്ട് കടുക്, മുളക്, കരിവേപ്പില, ആവശ്യത്തിന് ഉപ്പും വേണം. ആദ്യമായിട്ട് തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. തോരനൊക്കെ ചതച്ചെടുക്കുന്ന പോലെ അത്രയും മതിയാവും. അധികം അരഞ്ഞു പോകണ്ട. അപ്പോൾ അതെല്ലാം കൂടെ എടുത്തിട്ട് ഒന്ന് ചതച്ചെടുത്ത് വെക്കുക. തേങ്ങ ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ കപ്പ നമ്മൾ തിളച്ച വെള്ളത്തിലിട്ടാണ് വേവിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 8 കപ്പ് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഈ കപ്പ ചേർത്ത് കൊടുക്കുകയാണ്. ഫ്രോസൺ കപ്പയാണേലും അത് അതുവഴി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് വെന്തോളും പെട്ടെന്ന്, ഒരു കുഴപ്പമില്ല. അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് വേവിച്ചു കൊടുക്കുക. അടച്ചു വെച്ച് വേവിക്കുക. ഇത് ഇളക്കി യോജിപ്പിച്ചിട്ട് അത് വേവാനായിട്ട് വെക്കാം. ഒരു 5 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും. കപ്പ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ആ വെള്ളമൊക്കെ ഞാൻ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞു. വെള്ളം കുറച്ച് വേണമെങ്കിൽ അതിനകത്ത് കുറച്ച് നിർത്തിയിട്ട് കളഞ്ഞാൽ മതി. പിന്നെ അതിനകത്തേക്ക് നമ്മുടെ കോക്കനട്ട് മിക്സ്ചർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതും കപ്പയായിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതൊരു 2-3 മിനിറ്റ് ഇതിനകത്ത് കിടന്ന് ആ കപ്പയും തേങ്ങ ചതച്ചതും കൂടെ വെന്ത് കിട്ടണം. അതിനായിട്ട് 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചു കൊടുത്താൽ മതിയാവും. അപ്പം കപ്പയൊക്കെ ആവശ്യത്തിന് വെന്ത് നല്ല കുഴഞ്ഞ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കുറച്ചുകൂടെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതും ഇളക്കി യോജിപ്പിച്ച് വെക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, എനിക്കൊരു ഡ്രൈ പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത്. കുറച്ചുകൂടെ വെള്ളം വേണമെങ്കിൽ ആ കപ്പയിലെ കുറച്ച് വെള്ളം നിർത്തിയിട്ട് ബാക്കി ഡ്രെയിൻ ചെയ്ത് കളഞ്ഞാൽ മതിയാവും. ഇനി നമുക്ക് കടുക് താളിച്ച് ചേർത്താൽ മതി. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒരു പാനിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. മുളകിട്ട് കൊടുക്കാം. കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം.
ഈ കപ്പ വേവിച്ചതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കണം. സെർവ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതിയാവും. ഇത് മീൻകറിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഇതാ കപ്പയും മീൻകറിയും റെഡിയായി. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. ഒരു പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ അത് മാത്രം മതി. ചോറിൻ്റെ കൂടെ മാത്രമല്ല, അപ്പം, പുട്ട്, ദോശ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കോമ്പിനേഷനായിട്ട് ഈ മീൻകറി കൂട്ടി കഴിക്കാം. ഇതുണ്ടാക്കി വെച്ചിട്ട് നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ അതിന് അടുത്ത ദിവസം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുന്നു കരുതുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കുക. എൻജോയ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.